ഹായ്, ഇതേത് ചെടിയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇതാണ് മത്തൻ ചെടി. നമ്മുടെ വീടിൻ്റെ പുറകിലുള്ള ഒരു മത്തൻ ചെടിയാണിത്. കണ്ടില്ലേ, നല്ല മുഴുത്ത ഇലകളുണ്ട്, അതുപോലെ തന്നെ പൂക്കളും ഉണ്ട്. മത്തനൊന്നും ഇതുവരെ പിടിച്ചിട്ടില്ല. ഞാൻ ഇതിൻ്റെ കുറച്ച് ഇലകൾ പറിച്ചെടുത്തു വറുക്കാൻ വേണ്ടി. ഈ ഇലയുടെ ഉള്ളിൽ നാരുണ്ട്, അത് പറിച്ച് കളയണം. കണ്ടില്ലേ, നല്ല മുഴുത്ത ഇലയാണ്. ഞാൻ നല്ല ഇലകൾ മാത്രമാണ് പറിച്ചെടുത്തത്. പിന്നെ എന്തെങ്കിലും പ്രാണിയൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അതൊക്കെ നോക്കി നാരുകൾ പറിച്ചെടുത്തു. ഇതിൻ്റെ പുറത്ത് നാരുകളുണ്ട്, അത് നമുക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പറിച്ചെടുക്കാം. നന്നായിട്ട് കഴുകണം ഇത്, കാരണം നിലത്ത് പടർന്ന് കിടക്കുന്ന ചെടിയാണല്ലോ മത്തൻ. അപ്പം ചെളിയുണ്ടാവും, പ്രാണികളൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. 2-3 പ്രാവശ്യങ്ങളും കഴുകണം. കണ്ടില്ലേ, വലിയ ഇലയാണ് കിട്ടിയിരിക്കുന്നത്. കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ പുറത്തെ നാരുകൾ പറിച്ച് കളയണം. അത് പെട്ടെന്ന് കിട്ടുന്നതാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് ശേഷം നമുക്കിത് കൈ കൊണ്ട് തന്നെ കീറിയെടുത്തിട്ട് കൈ കൊണ്ട് തന്നെ അത് നമുക്ക് മുറിച്ചിടാം. കത്തിയുടെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ നമ്മൾ കുമ്പളത്തിൻ്റെ ഇല കിട്ടിയാണ് ചെയ്യുന്നത്. കൈ കൊണ്ട് തന്നെ കീറിയിട്ട് കൈ കൊണ്ട് മുറിച്ചിടും. ചിലന് മത്തൻ്റെ ഇല കുറച്ച് കട്ടിയുള്ളത് പോലെ തോന്നുന്നതുകൊണ്ട് കത്തിയോണ്ട് മുറിക്കും. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് മുറിച്ചിടുന്നത്. മത്തൻ്റെ ഇലയും കുമ്പളത്തിൻ്റെ ഇലയും ഏകദേശം ഒരുപോലെ തന്നെയാണ്. കണ്ടില്ലേ, പെട്ടെന്ന് മുറിക്കാൻ പറ്റുന്നുണ്ട്. വലിയ ഇല ആയതുകൊണ്ട് മുറിക്കാൻ പറ്റുന്നത്. നമുക്കിതിന് വേണ്ടത് കുറച്ച് കാന്താരിയാണ്. കാന്താരി ഇവിടെ തന്നെ ഉണ്ട്, കാന്താരി ചെടി. നമുക്കതിൽ നിന്ന് കുറച്ച് കാന്താരി പറിച്ചെടുക്കാം. കണ്ടില്ലേ, നല്ല മൂത്ത് പഴുത്ത് നിൽക്കുന്നുണ്ട്. കാന്താരി കിട്ടി. ഇനി കുറച്ച് വെളുത്തുള്ളി കുറച്ച് അധികം എടുക്കണം, കാരണം വെളുത്തുള്ളിയാണ് ഇതിന് മുന്നിട്ട് നിൽക്കുന്നത്. ഇനി നമുക്ക് ഈ വെളുത്തുള്ളിയും കാന്താരിയും ഒരു ഇടുകല്ലിൽ വെച്ച് ചതച്ചെടുക്കാം. പിന്നെ വൃത്തിയാക്കി വെച്ച ഇല നമുക്ക് ഒരു പാത്രത്തേക്ക് മാറ്റാം. എന്നിട്ട് ചതച്ച കാന്താരിയും വെളുത്തുള്ളിയും അതിലേക്ക് ഇടാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. വെള്ളമൊന്നും ഞാനിതിൽ ഒഴിക്കുന്നില്ല, കാരണം ഇല നമ്മൾ കഴുകിയതാണല്ലോ. കഴുകിയ ഇലയിൽ തന്നെ വെള്ളമുണ്ടാവും. ആ വെള്ളം മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. സ്റ്റവ് കത്തിച്ചു, അടുത്ത് വെച്ചിട്ടുണ്ട്, മൂടി വെച്ചു. ആവി കയറേണ്ട താമസമുള്ളൂ, പെട്ടെന്ന് വെന്ത് കിട്ടും. കണ്ടില്ലേ, ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തു. കണ്ടില്ലേ, ഇപ്പം തന്നെ വെന്തിട്ടുണ്ട്. ഇത്ര കുറേ അധികം ഇലകളുണ്ടെന്ന് തോന്നിയില്ലേ? ഇപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. വെന്ത് കഴിയുമ്പോൾ ഇത്രയേ ഉള്ളൂ. വെള്ളം വച്ചില്ല, എന്നിട്ടും ഇതിൻ്റെ അടിയിൽ ഇതാ വെള്ളം ഉണ്ട്. അത് നമുക്ക് വറ്റിച്ചെടുക്കണം. ഒന്ന് വറ്റി വരട്ടെ. പിന്നെ നമ്മളിതിൽ ചെയ്യുന്നത് പച്ച വെളിച്ചെണ്ണയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടില്ലേ, നല്ല മണം വരുന്നുണ്ട്. കാന്താരിയുടെയും വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് നല്ലപോലെ വരുന്നുണ്ട്. കണ്ടില്ലേ, മത്തൻ്റെ ഇലക്കറി റെഡിയായി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതെ, ഇതിലത്തെ വെള്ളം ഒന്ന് ആറിച്ചെടുക്കണം, അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് കിട്ടും.